കൈ സ്ക്വയർ 2 അഥവാ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഒരു പ്രൊസീജിയർ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് ഫാക്ടേഴ്സ് തന്നിട്ട് അത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അഥവാ ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപെൻഡൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്, കൈ സ്ക്വയറിൻ്റെ ഒരു മെത്തേഡാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നത് നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്ത് വെക്കും. നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും ദ ടു ആട്രിബ്യൂട്ട്സ് ആർ ഇൻഡിപെൻഡൻ്റ് എന്ന് കൊടുക്കാം. ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എപ്പോഴും ദ ടു ആട്രിബ്യൂട്ട്സ് ആർ ഡിപെൻഡൻ്റ് എന്നും. ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത് r-1 ഇൻറ്റു c-1, where r is the number of rows and c is the number of columns. അതിനുശേഷം ക്വസ്റ്റ്യനിൽ ആൽഫ തന്നിട്ടുണ്ടെങ്കിൽ ആൽഫ ഡിനോട്ട് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ സ്പെസിഫൈഡ് അല്ലെങ്കിൽ നമുക്ക് ആൽഫ ഈക്വൽ ടു 0.05 അഥവാ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ ചൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കൈ സ്ക്വയർ ടേബിളിൽ നിന്നും ടേബിൾ വാല്യൂ കണ്ടെത്തുക. അതിനുശേഷം നമുക്കൊരു കണ്ടിൻജൻസി ടേബിൾ എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആയിരിക്കും തന്നിരിക്കുന്നത്. കണ്ടിൻജൻസി ടേബിളിലൂടെ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഡയറക്റ്റ്ലി നേരത്തെ ചെയ്ത പോലത്തെ കൈ സ്ക്വയർ 1 ചെയ്ത പോലെ തന്നെയുള്ള പ്രൊസീജിയറാണ് കൈ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ളത്. സിഗ്മ ഓഫ് O-E² ഡിവൈഡ് ബൈ ഇ എന്ന് പറയുന്നത് ഇക്വേഷനിലേക്ക് ഡിനോട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞാൽ ദ ഫോളോയിങ് ടേബിൾ ഗിവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ എലക്ഷൻ ടു എൻ ഓഫീസ്. രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് തന്നിരിക്കുന്നത് അഥവാ രണ്ട് ഫാക്ടേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഒന്ന് എക്കണോമിക് സ്റ്റാറ്റസും രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എലക്ഷൻ. എക്കണോമിക് സ്റ്റാറ്റസ് നമുക്ക് റിച്ചും പൂറും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എലക്ഷൻ ഫേവറബിളും നോൺ ഫേവറബിളും ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 2 ആണ്, നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇത്രയും ഈ ഒരു ടേബിൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. നമ്പർ ഓഫ് റോസ് 2, നമ്പർ ഓഫ് കോളംസ് 2. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത്ര തന്നിരിക്കുള്ളൂ, ചില ക്വസ്റ്റ്യനിൽ നമുക്ക് അത് ടോട്ടലും കൂടി ഡിനോട്ട് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരിക്കും. ടോട്ടൽ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ടോട്ടലും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ടോട്ടലും വെർട്ടിക്കൽ ടോട്ടലും കമ്പൈൻ ചെയ്യുമ്പോഴും ഈക്വൽ ആയിട്ട് കിട്ടണം. അഥവാ 205 + 200 405 ആണ്. 140 + 265 എന്ന് പറയുന്നതും 405 ആണ്. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ടെസ്റ്റ് വെദർ ദ ആട്രിബ്യൂട്ട്സ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. രണ്ട് തമ്മിൽ ഡിപ്പെൻഡൻസി ഉണ്ടോ അതോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്നാണ് ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് പ്രൊസീജിയർ വരുന്നത് നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്ത് വെക്കാം. ദ ആട്രിബ്യൂട്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ദ ആട്രിബ്യൂട്ട്സ് ആർ ഡിപെൻഡൻറ്റ്. ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്പർ ഓഫ് റോസ് 2 ആണ്, നമ്പർ ഓഫ് കോളംസ് 2 ആണ്. 2 - 1 × 2 - 1 ഡിഗ്രി ഓഫ് ഫ്രീഡം 1 കിട്ടും. ആൽഫ നമുക്ക് സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആൽഫ ഈക്വൽ ടു 0.05. ടേബിൾ വാല്യൂ കൈ സ്ക്വയർ ടേബിളിൽ നിന്ന് നമുക്ക് കറസ്പോണ്ടിങ് ടു ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആൻഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 ടേബിൾ വാല്യൂ കിട്ടുന്നത് 3.841 ആണ്. അതിനുശേഷം നമുക്ക് കണ്ടിൻജൻസി ടേബിൾ വരയ്ക്കണം. കണ്ടിൻജൻസി ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒരു ടേബിളിൻ്റെ ടോട്ടൽസ് മാത്രം എഴുതിയെടുക്കുക. അതിനുശേഷം ഈ ഒരു സെല്ലിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് റോയുടെ ടോട്ടൽ അഥവാ 205 ഇൻറ്റു കോളത്തിൻ്റെ ടോട്ടൽ 140 ഡിവൈഡഡ് ബൈ ടോട്ടൽ 405 നമുക്ക് കിട്ടുന്നത് 71 ആണ്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ 205 ഇൻറ്റു 265 ഡിവൈഡഡ് ബൈ ടോട്ടൽ 405. ഇവിടെ 200 ഇൻറ്റു 140 ഡിവൈഡ് ബൈ 405 ഈക്വൽ ടു 64. ഇവിടെ വരുമ്പോൾ 200 ഇൻറ്റു 265 ഡിവൈഡഡ് ബൈ 405 വിച്ച് ഇസ് ഈക്വൽ ടു 131. ഇതാണ് നമ്മുടെ കണ്ടിൻജൻസി ടേബിൾ വരച്ചു കഴിഞ്ഞാൽ. അതിനുശേഷം ഒബ്സർവ്ഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ടേബിളിൻ്റെ വാല്യൂസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കണ്ടിൻജൻസി ടേബിളിൽ നിന്നും കിട്ടിയ വാല്യൂസ് ആണ് 71, 69, 134, 131. അതിനുശേഷം ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. O-E അതിൻ്റെ സ്ക്വയേഴ്സ്, ആ സ്ക്വയർ വാല്യൂ ഡിവൈഡഡ് ബൈ ഇ വാല്യൂ. O-E ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ 6.21, 6.3. അങ്ങനെ അതിൻ്റെ ടോട്ടൽ സമ്മേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ സ്ക്വയറുടെ വാല്യൂ കിട്ടും. കൈ സ്ക്വയർഡ് വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂ അതായത് 3 ആയിരുന്നു നമുക്ക് ടേബിൾ വാല്യൂ കിട്ടിയത്. അതിനേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് തന്നെ വി റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും
ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിൻ്റെ സൊല്യൂഷൻ കൺക്ലൂഷൻ എഴുതാം. ദ ടു ആട്രിബ്യൂട്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളത്.